ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പൂക്കളുടെ വസന്തം ഒരുക്കിയ ഗുണ്ടൽപേട്ടിലെ ഗ്രാമങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം വഴിയാണ് പോകുന്നത്. ചുരത്തിലൊക്കെ കോട മൂടിയിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് മുത്തങ്ങ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് ബന്ദിപ്പൂര് ചെക്ക് പോസ്റ്റ് പിന്നിട്ട് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയിൽ നമ്മൾ മാനെയും ആനയൊക്കെ ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബന്ദിപ്പൂര് ഫോറസ്റ്റിൽ കാറ് നിർത്തി മൃഗങ്ങളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ഫൈൻ ഇടുന്നത് കണ്ടു. ബൈക്കിൽ കർണാടക പോലീസ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ ഗുണ്ടൽപേട്ടിലെത്തി. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞക്കടലായിട്ട് ഗുണ്ടൽപേട്ട് ഓണൽക്കാലത്തെ വരവേക്കാൻ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. പൂപ്പാടങ്ങൾ കാണാനും ഫോട്ടോ എടുക്കാനെല്ലാം ഇവിടേക്ക് ഒരുപാട് ആളുകളാണ് കേട്ടോ വരുന്നത്. ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന തോട്ടങ്ങളിൽ സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും വാടാമല്ലിയും എല്ലാം ഉണ്ട്. ഹൈവേന്ന് തന്നെ പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തോട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ ഇവർ 20 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. പൂക്കളുടെ ഇടയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി. ഗുണ്ടൽപേട്ട് ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ച് പോയതിന് ശേഷം റൈറ്റിലേക്കുള്ള റോഡിലൂടെയാണ് നമ്മൾ പോയത്. ഈ വഴി ധാരാളം കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഗ്രാമങ്ങളിലൂടെ കുറച്ച് പോയതിനു ശേഷം സൂര്യകാന്തി തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ളവരെ ഞങ്ങളോട് നല്ല സ്നേഹത്തോടാണ് കേട്ടോ പെരുമാറിയത്. കൃഷിയുടെ കാര്യങ്ങളൊക്കെ കന്നഡയിലാണെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലാണെങ്കിലും ഇവിടെയുള്ള മരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. സൂര്യകാന്തി കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് കുറച്ചുകൂടെ പോയാൽ വെളുത്തുള്ളി, ചോളം, കരിമ്പ് കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റി.
ഗുണ്ടൽപേട്ടിൽ നിന്നും 14 കിലോമീറ്റർ മാറി ഹിമവത് ഗോപാൽ സ്വാമിപേട്ട ടെമ്പിളാണ് പിന്നീട് കാണാനുള്ളത്. ഇവിടേക്കുള്ള യാത്രയിലും നമുക്ക് സൂര്യകാന്തി തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഗോപാലപുര ഗ്രാമങ്ങളിലെ കാഴ്ചകളും ഒപ്പം ദൂരത്തായി തല ഉയർത്തി നിൽക്കുന്ന കുന്നുകളും പച്ചപ്പിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും കാണാൻ പറ്റും. ഹിൽസിൻ്റെ താഴ്വാരത്ത് വരെ മാത്രമേ വാഹനം അനുവദിക്കുന്നുള്ളൂ. മുകളിലേക്ക് എത്തണമെങ്കിൽ കർണാടക RTC ബസ്സിലോ അവർ ഏർപ്പെടുത്തിയ ജീപ്പിലോ മാത്രമേ യാത്ര അനുവദിക്കുന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. ചെറിയ മഴ ഉള്ളപ്പോൾ പോയാൽ നല്ല കാറ്റും കോടയൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ നല്ല വെയിൽ കൊള്ളേണ്ടി വരും. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.